أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حرمت عليكم الميتة والدم ولحم الخنزير ولا أهل لغير الله به والمنخنقة والموقوذة والمتردية والنطيحة وما أكل السبع إلا ما ذكيتم وما ذبح على النصب وأن تستقسموا بالأزلام ذلكم فسق. صدق الله العلي العظيم. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഉൽഹിയ്യത്ത് പഠനത്തിൻ്റെ 4ാമത്തെ ക്ലാസ്സിലാണ് നാം നിലകൊള്ളുന്നത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ ക്ലാസ്സിലൂടെ നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് ചില ഭക്ഷണ രീതികൾ ഹറാമായ വിധത്തിലുണ്ട്. അതിൻ്റെ ഒരു ചെറിയ രൂപത്തിലുള്ളതാണ് 3ാമത്തെ ക്ലാസ്സിൽ നാം പറഞ്ഞു വച്ചത്. ഈ ക്ലാസ്സിലൂടെ അത് കുറേ കൂടെ വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല പറയുന്നു, ഹുർരിമത്ത് അലൈക്കുമുൽ മൈതത്തു, ശവം നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു. അപ്പോൾ ഒരു ജീവിയുടെ റൂഹ് പോയിട്ടുണ്ടെങ്കിൽ, അത് ശവമായിട്ടുണ്ടെങ്കിൽ, മയ്യത്തായിട്ടുണ്ടെങ്കിൽ അതിനെ ഭക്ഷിക്കാൻ പാടില്ല. പോത്തുവർഗമാണെങ്കിലും ആടുവർഗമാണെങ്കിലും ഏത് ജീവിയാണെങ്കിലും അതിന് ജീവൻ പോയാൽ നമുക്കതിനെ ഭക്ഷിക്കാൻ പറ്റില്ല. രണ്ടാമത്തത് വദ്ദമു, രക്തമാണ്. അപ്പോൾ രക്തം നമുക്ക് കഴിക്കാൻ പാടില്ല. അടുത്തത് വലഹമുൽ ഖിൻസീരി, പന്നിമാംസമാണ്. പന്നിമാംസം നമുക്ക് കഴിക്കൽ നിഷിദ്ധമാണ്, കഴിക്കാൻ പാടില്ല. വലാ ഉഹില്ല ലിഗൈരില്ലാഹി ബി, അല്ലാഹു അല്ലാത്തതിൻ്റെ പേരിൽ അറുക്കപ്പെട്ടത്. അല്ലാഹുവിൻ്റെ പേരിൽ അറുക്കപ്പെട്ടത് മാത്രമേ നമുക്ക് ഭക്ഷിക്കാൻ യോഗ്യതയുള്ളൂ. ഉൽഹിയ്യത്തിൻ്റെ മാംസം പോലെ, അഖീഖ പോലെ. അപ്പോൾ ഈ ഉൽഹിയ്യത്തും അഖീഖയും പോലെ അല്ലാഹു തആല അനുവദിച്ച മാർഗത്തിലുള്ളത് അല്ലാത്ത വേറെ ഏത് രൂപത്തിലുള്ള അറവാണെങ്കിലും നമുക്കത് പറ്റില്ല, നിഷിദ്ധമാകുന്നു. വൽ മുൻഹനിഖത്തു, ശ്വാസം മുട്ടിച്ചത്തത്. എന്തോ ചില പ്രയാസങ്ങൾ കാരണമായിട്ട് ജീവൻ പോയതാണ്. ആ മൃഗങ്ങളെയും നമുക്ക് കഴിക്കാൻ പാടില്ല. വൽ മൗഖൂദത്തു, തല്ലിക്കൊന്നതാണ്, അതിനെയും നമുക്ക് ഭക്ഷിക്കാൻ പാടില്ല. വൽ മുതറദ്ദിയത്തു, അത് എവിടുന്നോ താഴെ വീണ് ചത്തുപോയതാണ്, അതിനെയും ഭക്ഷിക്കാൻ പാടില്ല. വൻ നത്തീഹത്തു, മറ്റു മൃഗങ്ങൾ കുത്ത് ഏറ്റത്, അപ്പോൾ കുത്തേറ്റിട്ട് ചത്തുപോയതാണ്, അപ്പോൾ ആ മൃഗത്തിനെയും കഴിക്കാൻ പാടില്ല. വമാ അകല സുബ്ഹു ഇല്ലാ മാ ദക്കൈതും, വന്യമൃഗങ്ങൾ കടിച്ചു കൊന്നത്, അതിനെയും ഭക്ഷിക്കാൻ പാടില്ല. വമാ ദുബിഹ അലൻ നുസുബി, പ്രതിഷ്ഠയ്ക്ക് വേണ്ടി അറുത്തത്, അതും മുസ്ലിമീങ്ങൾക്ക് ഭക്ഷിക്കാൻ പാടില്ല. മുസ്ലിമീങ്ങൾക്ക് ഭക്ഷിക്കേണ്ടത് പറഞ്ഞിരുന്നു, അത് അല്ലാഹുവിൻ്റെ പേരിൽ അറുത്തതാണ്. ഉദാഹരണം ഉൽഹിയ്യത്ത് പോലെ, അഖീഖ പോലെ.
പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയോ അതേപോലെയുള്ള മറ്റു ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടിയോ അറുത്തതിനെ മുസ്ലിമീങ്ങൾക്ക് ഭക്ഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വഅൻ തസ്തഖ്സിമൂ ബിൽ അസ്ലാം, പരീക്ഷണാർത്ഥം അമ്പ് കൊണ്ടത്, അമ്പിൻ്റെ പരീക്ഷണമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പരീക്ഷണത്തിലൂടെ ചത്തുപോയതാണ്, അതിനെയും കഴിക്കാൻ പാടില്ല. ദാലികും ഫിസ്ഖ്, ഇതെല്ലാം വളരെ മോശമാകുന്നു, ഇതെല്ലാം വളരെ മോശമാണ്, അതെല്ലാം തെറ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അറവാണെങ്കിലും ജീവൻ പോയതാണെങ്കിലും ഈ മൃഗങ്ങളെയൊന്നും നമുക്ക് കഴിക്കാൻ പാടില്ല തന്നെ. അല്ലാഹു തആല പഠിക്കാൻ നമുക്കെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.